കാസർഗോഡ് നഗരസഭയിൽ വിജയം ആവർത്തിക്കുവാൻ ഹനീഫ കെ.എം. ഇത്തവണ പള്ളിക്കാൽ വാർഡിൽ നിന്നുമാണ് ഹനീഫ ജനവിധി തേടുന്നത്. കാസർഗോഡ് DE ഓഫീസിലെത്തി വരണാധികാരിക്ക് മുൻപാകെ പത്രിക നൽകി. പ്രവർത്തകരോടും നേതാക്കളോടുമൊപ്പം എത്തിയാണ് ഹനീഫ കെ.എം. പത്രിക നൽകിയത്. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. കാസർഗോഡ് നഗരസഭയിലെ പള്ളിക്കാൽ വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഹനീഫ കെ.എം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ പ്രവർത്തകരോടും നേതാക്കളോടുമൊപ്പം ഹനീഫ കെ.എം. കാസർഗോഡ് DE ഓഫീസിലെത്തുകയും വരണാധികാരിയായ DEO ഇൻചാർജ് ബിജി ഗോപിനാഥിനു മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുമായിരുന്നു. കാസർഗോഡ് നഗരസഭയിൽ നടന്ന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കാസിലേൻ വാർഡിൽ നേടിയ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് ഇക്കുറി ഹനീഫ പള്ളിക്കാൽ വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചതോടെയാണ് അന്ന് കാസിലേൻ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 447 വോട്ടുകൾ നേടിയാണ് ഹനീഫ അന്ന് വിജയിച്ചത്. അതേ ചരിത്ര വിജയം തന്നെ ഇക്കുറിയും ആവർത്തിക്കുവാനാകുമെന്ന് KM ഹനീഫ പറഞ്ഞു. 39 വാർഡുകളുള്ള കാസർഗോഡ് നഗരസഭയിലെ 17 വാർഡുകളിലേക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വെള്ളിയാഴ്ചയാണ് പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.